നമസ്കാരം. എല്ലാവർക്കും സാപ്പിറ്റ്സ് PSCയുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള പുരസ്കാരത്തെക്കുറിച്ചാണ്. കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്നിങ്ങനെ അറിയപ്പെടുന്ന 3 പുരസ്കാരങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. കൃത്യമായി കേട്ടിരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. വരുന്ന പരീക്ഷകളിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകി തുടങ്ങിയ പുരസ്കാരമാണ് ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്നിവ. പത്മ പുരസ്കാരം എന്ന് പറയുമ്പോൾ പത്മഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് കേരള ജ്യോതിയാണ്. കേരള പുരസ്കാരങ്ങളിൽ ഏറ്റവും വലുതാണ് കേരള ജ്യോതി. ആ ഒരു പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. കേരള ജ്യോതി പുരസ്കാരം 2025 ലഭിച്ചതാണ്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനയ്ക്കുള്ള പുരസ്കാരമായി ലഭിക്കുന്നത് ഡോക്ടർ M. രാഘവാര്യനാണ്. ഈ ചോദ്യം ഓർത്തുവെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ M. രാഘവാര്യർക്കാണ് ലഭിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനയ്ക്കാണ് ലഭിക്കുന്നത്. അടുത്തത് കേരള പ്രഭ. 2 പേർക്കാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. ഒന്ന് PB അനീഷ്, കാർഷിക മേഖലയിലെ സംഭാവനയ്ക്കാണ് PB അനീഷിന് ലഭിക്കുന്നത്. 2 രാജശ്രീ വാര്യർ, കലാരംഗത്തെ സംഭാവനയ്ക്കാണ് രാജശ്രീ വാര്യർക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. 2 പേരുകൾ ഇവിടെ നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കണം. PB അനീഷും രാജശ്രീ വാര്യർ എന്ത് ലഭിച്ചവരാണ്? കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവരാണ്. അടുത്തത് കേരള ശ്രീ. 2 പേരെ കേരള പ്രഭയ്ക്കകത്തുണ്ടായിരുന്നു. കേരള ജ്യോതിക്കകത്താണെങ്കിൽ ഒരാളെയും. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പേരുകൾ ഒരുപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. കേരള ശ്രീയിലേക്ക് വരുമ്പോൾ അവിടെ 5 പേർക്കാണ് കേരള ശ്രീ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത്. ആരൊക്കെയാണെന്നോ? അഭിലാഷ് ടോമി. ഇതിനോടകം നിങ്ങൾ കേട്ടിരിക്കുന്ന ഒരു പേരാണ് അഭിലാഷ് ടോമി. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പരിചയപ്പെടാം. കായിക മേഖലയെ സംഭാവനയ്ക്കാണ് അഭിലാഷ് ടോമിയെ കേരള ശ്രീ നൽകാൻ തീരുമാനിച്ചു. 2 ശശികുമാർ, മാധ്യമ പ്രവർത്തനം. 3 ഷഹൽ ഹസൻ, വിദ്യാഭ്യാസ മേഖല. അത് MK വിമൽ ഗോവിന്ദ്, സ്റ്റാർട്ടപ്പിനാണ്. അടുത്തത് ജിലുമോൾ മാരിയറ്റ്, വിവിധ മേഖല. ഈ 5 പേരെ നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കും. ഒന്നാമത്തത് അഭിലാഷ് ടോമി, 2 ജിലുമോൾ മാരിയറ്റ്. ഇവർ 2 പേരും വാർത്തകളിൽ പ്രാധാന്യം നേടിയ വ്യക്തികളാണ്. കൂടാതെ ശശികുമാർ മാധ്യമപ്രവർത്തനം, ഷഹൽ ഹസൻ വിദ്യാഭ്യാസം, MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ് എന്നിവർക്കും പുരസ്കാരങ്ങൾ ലഭിച്ചു. ഇനി ഒരു കാര്യം ഓർത്തിരിക്കണം. അഭിലാഷ് ടോമിൻ പേരോർത്തോണം, ശശികുമാർ ഓർത്തോണം, ഷഹൽ ഹസൻ ഓർത്തോണം, MK വിമൽ ഗോവിന്ദ് ഓർത്തോണം, മാരിയത്തെ. ഇത് പരീക്ഷയ്ക്ക് വരും. കൈകളില്ലാതെ ഏഷ്യയിൽ ആദ്യമായി ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ വനിത ആര്? ചോദ്യത്തിന്റെ ഉത്തരമാണ് ജിലുമോൾ മാരിയറ്റ്. കൈകളില്ലാതെ ഏഷ്യയിൽ ആദ്യമായി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ജിലുമോൾ മാരിയറ്റ്. ഒരു പോയിന്റിലൂടെ നിങ്ങൾ അവിടെ കൃത്യമായി ഓർത്തിരിക്കണം. ജിലുമോൾ മാരിയത്തിന് ലഭിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം PSC. കൂടാതെ പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി. അതുകൂടാതെ 2013 ആദ്യത്തെ ലോക പ്രദക്ഷിണത്തിന് അദ്ദേഹം ലോക ചുറ്റി സഞ്ചരിക്കാൻ പോകുമ്പോൾ അഭിലാഷ് ടോമി ഉപയോഗിച്ച പായ്വഞ്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് INSV മാതേയ് എന്നാണ് അതിൻ്റെ പേര്. INSV മാതേയ് എന്ന പായ്വഞ്ചിയിലാണ് അഭിലാഷ് ടോമി എന്ത് ചെയ്തത്?
ലോകം ചുറ്റി സഞ്ചരിച്ചു. അടുത്തത്, ഏതു പദ്ധതിയുടെ ഭാഗമായാണ് അഭിലാഷ് ടോമി തൻ്റെ സമുദ്രയാത്ര നടത്തിയത്? അതിൻ്റെ പേര് സാഗർ പരിക്രമ എന്ന പദ്ധതിയുടെ ഭാഗമായ സാഗർ പരിക്രമ. നിങ്ങൾ ഓർത്തിരിക്കണം. ഏതു പദ്ധതിയുടെ ഭാഗമായാണ് അഭിലാഷ് ടോമി തന്റെ സമുദ്രയാത്ര നടത്തിയതെന്ന് ചോദിച്ചാൽ സാഗർ പരിക്രമ. അടുത്തത്, അഭിലാഷ് ടോമി ആദ്യ സമുദ്രയാത്ര പൂർത്തിയാക്കാൻ എടുത്ത സമയം 151 ദിവസം. ഓക്കെ അല്ലേ? 151 ദിവസം കൊണ്ട് അഭിലാഷ് ടോമി തന്റെ യാത്ര പൂർത്തിയാക്കി. 2022 ഗോൾഡൻ ഗ്ലോബ് റേസിൽ 2ാം സ്ഥാനം അഭിലാഷ് ടോമിക്ക്. ഈ നേട്ടം കൈവരിക്കുന്ന 2022 ഗോൾഡൻ ഗ്ലോബ് റേസിൽ 2ാം സ്ഥാനം അഭിലാഷ് ടോമി കൈവരിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. 2022 ഗോൾഡൻ ഗ്ലോബ് റേസിൽ അദ്ദേഹം ഉപയോഗിച്ച ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് ബെലായത്ത്. ബെലായത്ത് 2022 ഗോൾഡൻ ഗ്ലോബ് റേസിൽ അദ്ദേഹം ഉപയോഗിച്ച ബജ്ജിയാണ് ബെലായത്ത്. അഭിലാഷ് ടോമിയുടെ ആത്മകഥ അല്ലെങ്കിൽ യാത്രാ വിവരണം അറിയപ്പെടുന്ന പേര് എന്താണ്? അതാണ് ഒറ്റയ്ക്ക് കടൽ ക്ഷണിച്ചപ്പോൾ. ഒറ്റയ്ക്ക് കടൽ ക്ഷണിച്ചപ്പോൾ. അല്ലേ? ഒറ്റയ്ക്ക് കടൽ ക്ഷണിച്ചപ്പോഴാണ് അഭിലാഷ് ടോമിയുടെ യാത്രാ വിവരണം. അഭിലാഷ് ടോമിയുടെ ജനനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് അഭിലാഷ് ടോമിയുടെ ജനനം. ഈ കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ചർച്ച ചെയ്യാനായി ആഗ്രഹിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തി എന്ന് പ്രതീക്ഷിക്കുന്നു. വരുന്ന പരീക്ഷകളിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.